മൂന്നാമത്തെ കാര്യം, അവർ ബിദ്അത്തുകാരോട് ശക്തമായ നിലപാട് വെച്ച് പുലർത്തുന്നവരായിരിക്കും. ബിദ്അത്തുകാരോട് ശക്തമായ നിലപാട് വെച്ച് പുലർത്തുന്നവരായിരിക്കും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ബിദ്അത്തുകാരോട് യാതൊരുവിധ കോംപ്രമൈസ് അവർക്ക് കാണുകയില്ല. ഇമാം അൽ ബർബഹാരി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അൽ ബർബഹാരി ശറഹ് സുന്ന, ഇമാം അൽ ബർബഹാരിയുടെ കിതാബാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇമാം അൽ ബർബഹാരി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇദാ റഅയ്ത റജുല മിൻ അഹ്ലി സുന്ന റദീഅത്ത് ത്വരീഖി വൽ മദ്ഹബ്. ഒരാൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളാണോ, അവൻ മോശക്കാരനാണ്, ഫാസിഖൻ ഫാജിറൻ സ്വാഹിബ മആസി, തിന്മകൾ ചെയ്യുന്ന തെമ്മാടിയായ ഫാജിറായ ഒരാൾ. പക്ഷെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കൂടെയാണ് അവന്റെ ഇരിപ്പ് നടത്തുമെങ്കിൽ വജ്ലിസ് മഅഹു, നീ അവന്റെ കൂടെ ഇരുന്നത്. ആര് പറയുന്നതാ? ഞാൻ പറയുന്നില്ല, ഇമാം അൽ ബർബഹാരി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു. ഇമാം അൽ ബർബഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവർക്കായി പറഞ്ഞു തരാം. ഹിജ്റ 233 ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനിച്ച് ഹിജ്റ 300കളുടെ മധ്യത്തിന് മുമ്പ് മരണപ്പെട്ട ഇമാം അഹമ്മദിന്റെ ഏറ്റവും വലിയ ശിഷ്യനായ ഇമാം അൽ മർവസിയുടെ ശിഷ്യനാണ് ഇമാം അൽ ബർബഹാരി റഹ്മത്തുള്ളാഹി തആല. ഈ കിതാബ് അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം പറയുകയാണ്, അഹ്ലുസുന്നയുടെ ആളാണോ, അവൻ ഫാസിഖും ഫാജിറാണെങ്കിൽ നീ അവന്റെ കൂടെ ഇരുന്നോ. ഫഇന്നഹു ലൈസ യദുറുക മഅസിയതുഹു, അവന്റെ തിന്മകൾ നിന്നെ ഉപദ്രവിക്കൂല. അത് അവനും നാളെ പരലോകത്ത് അല്ലാഹുവുമായിട്ടാണ്. എന്നാൽ വഇദാ റഅയ്ത റജുലൻ മുജ്തഹിദൻ ഫിൽ ഇബാദ, ധാരാളം ഇബാദത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരുവനാണ്. മുതകശ്ശിഫൻ, മുതകശ്ശിഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തിയുള്ള ആളാണ്. ശ്രദ്ധിക്കണേ, ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തിയുള്ള ആളാണ്. മുഹ്തരിഖൻ ബിൽ ഇബാദ, അവന്റെ സമയം മുഴുവൻ ഇബാദത്തിലാണ്. സ്വാഹിബു ഹവൻ അല്ലെങ്കിൽ സ്വാഹിബ ഹവൻ, അവൻ ബിദ്അത്തുകാരനാണെങ്കിൽ ഫലാ തുജാലിസു, നീ അവനോട് ഇരിക്കാൻ പാടില്ല. വലാ തഖൂദു മഅഹു, അവനോട് ഇരിക്കരുത് നീ. വലാ തസ്മഅ കലാമ, അവന്റെ സംസാരം നീ കേൾക്കരുത്. വലാ തംശി മഅഹു ഫീ ത്വരീഖ്, വഴിയിൽ കൂടി അവന്റെ കൂടെ നീ നടക്കരുത്. ഫഇന്നി ലാ ആമനു അൻ തസ്തഹലി ത്വരീഖതഹു ഫതഹ്ലിക മഅഹു, ഞാൻ നിർഭയനല്ല, നീ അവന്റെ ആ ഇബാദത്തുകളെല്ലാം കണ്ട് അവന്റെ സംസാരം നിനക്ക് മധുരമുള്ളതായി തോന്നി നീ അവന്റെ കൂടെ നശിച്ചു പോകുന്നതിൽ ഞാൻ നിർഭയനല്ല. അതുകൊണ്ട് ഒരു ബിദ്അത്തുകാരൻ എത്ര വലിയ ആബിദാണെങ്കിലും എത്ര വലിയ ദുനിയാവിൽ സാഹിദാണെങ്കിലും നീ എന്ത് ചെയ്ത് അവനോട് ഇരിക്കാൻ പാടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. ഇമാം ശാത്തിബി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, ഇന്ന ഫിർഖത്തൻ നജാതി വഹും അഹ്ലുസ് സുന്ന, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിജയത്തിന്റെ കക്ഷി, മഅ്മൂറൂൻ, അവർ കൽപ്പിക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ്? ബിഅദാവത്തി അഹ്ലി ബിദ്അ. ഇത് ആരാ പറയാ? ഞാൻ പറയുന്നതല്ല, ശാത്തിബി റഹ്മത്തുള്ളാഹി തആല പറയുക. ബിദ്അത്തുകാരോട് ശത്രുത വെച്ച് പുലർത്തണം. ബിദ്അത്തുകാരോട് ശത്രുത വെച്ച് പുലർത്താൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. വത്തശ്രീദ് ബിഹിം, ജനങ്ങളിൽ നിന്ന് അവരെ അകറ്റണം. വതൻകീൽ ബിമൻ ഇൻഹാശ ഇലാ ജിഹത്തി, അവരോട് ചാഞ്ഞവരെ പോലും അവരെന്ത് ചെയ്യണം? ശിക്ഷിക്കണം. അവരോട് ചാഞ്ഞവരെ അവരുടെ ജിഹത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ശിക്ഷിക്കണമെന്നാണ് ഇമാം ശാത്തിബി റഹ്മത്തുള്ളാഹി തആല പറയുന്നത്. حذر العلماء من مصاحبتهم وقد حذر العلماء من مصاحبتهم ومجالستهم. ഉലമാക്കൾ അവരോട് ഇരിക്കുന്നതിൽ നിന്നും അവരോട് കൂട്ടുകൂടുന്നതിൽ നിന്നും ജനങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? താക്കീത് ചെയ്തിട്ടുണ്ട്. ഇഅ്തിസാം എന്നുള്ള കിതാബിൽ ഇമാം ശാത്തിബി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതാണ്. ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം അൽ ആജുരി അശ്ശരീഅയിൽ പറയുന്നു, ഇതൊക്കെ അഹ്ലുസുന്നത്തിന്റെ വലിയ വലിയ ഇമാമിയങ്ങളാണ്. വബഅദ ഹാദാ, അദ്ദേഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയെല്ലാം വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇതിനുശേഷം ഞാൻ പറയുകയാണ്, നുഅ്മറു ബിഹിഫ്ദി സുനനി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി വത്താബിഈന ലഹും ബിഇഹ്സാൻ വഖൗലി അയിമ്മത്തുൽ മുസ്ലിമീന. അങ്ങനെ പറഞ്ഞു അദ്ദേഹം പറയുകയാണ്, ونبذ من سواهم ونبذي من سواهم ولا نناظر ولا نجادل ولا نخاصم. അവരോട് അഹ്ലു ബിദ്അയോട് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ തർക്കിക്കാനോ ഒന്നിനും പോകാൻ പാടില്ല. ഫൈദാ ലഖിയ സാഹിബ ബിദ്അത്തിൻ ഫീ ത്വരീഖിൻ, ഇനി നീ ഒരു ബിദ്അത്തുകാരനെ വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ അഖദ ഗൈറഹു, നീ വേറെ വഴി സ്വീകരിച്ച് പൊയ്ക്കോളണം. ഇതാരാ പറയുന്നത്?
ഇമാം അൽ ആജുദി റഹ്മത്തുള്ളാഹി തആല അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാം അദ്ദേഹത്തിന് അശ്ശരീഅ എന്ന കിതാബിൽ പറയുകയാണ്, ഫൈൻ ഹദറ മജ്ലിസൻ ഹുവ ഫീഹി ഖാമ അൻഹു, അവൻ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒന്ന് ഓടന്ന് എണീറ്റ് പൊയ്ക്കോളണം. അപ്പൊ അത്രത്തോളം അഹ്ലുൽ ബിദ്അയെ വെറുക്കുക, അവരോട് ശത്രുത വെച്ച് പുലർത്തുക, ഇത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജാണ്. ഇത് നമുക്ക് ഈ സംഘടന നിന്ന് കിട്ടുമോ? കിട്ടിയിട്ടുണ്ടോ? ഇതുവരെയ്ക്കും ആ സംഘം ഒരുപാട് കാലം പ്രവർത്തിച്ചാണ് ഇങ്ങനെ ഒരു മൻഹജ് ഉള്ളതായിട്ടോ ഇമാം ആജുദിയെ പോലെ തിരിച്ചറിയില്ല. ആരെ ഇമാം ആജുദി എന്നറിയില്ല, ഇമാം അൽ ബർബഹാരി എന്നറിയില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഒരു പക്ഷേ കേട്ട് കാണും, കേട്ട് ധാരാളം ഹംബലി മദ്ഹബ് ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ സലഫുകളെ ആരെയും, നമ്മുടെ സലഫുകളെ ഞാൻ ആരിലേക്കാണ് ചേർത്തി പറയുന്നത് അവരെ എനിക്കറിയില്ല. ഞാൻ ഇത്രയും കാലം ചേർത്തി പറഞ്ഞിരുന്നത് ഞാൻ ആജുരിയുടെ ആളാണ്, ഞാൻ ബർബഹാരിയുടെ ആളാണ്, ഞാൻ മർവസിയുടെ ആളാണ്, ഞാൻ സുഫിയാൻ സൗരിയുടെ ആളാണ് എന്നാണ് അവൻ പറയാതെ പറയുന്നത്. പക്ഷെ ആളുകളെ ഒന്നും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇമാമിങ്ങളുടെ നിലപാട് എന്താണ്? ബിദ്അത്തുകാരോട് ശക്തമായ വെറുപ്പും ശത്രുതയും വെച്ച് പുലർത്തുക എന്നുള്ളതാണ്. ഇനിയും തീർന്നോ? ഇല്ല. ബിദ്അത്തുകാരോട് ഇരിക്കുന്നവരോടുള്ള നിലപാട്. ഞാൻ മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകത ബിദ്അത്തുകാർ, ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ലേ, കിതാബ് വെച്ചിട്ടാ പറയുന്നത്. കിതാബിൽ നിന്നാണ് വായിച്ചു തരുന്നത്. ആര് വന്നാലും ആ കിതാബ് എടുത്ത് ഇബാറത്തിലെടുത്ത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾ വെറുതെ പറയുന്നത്, നമ്മൾ മശായിഖ്മാരിൽ നിന്ന് പഠിച്ചതാണ്, അല്ല നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചതല്ല ഇത്. ചില ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വലിയ വലിയ ഉസ്താദുമാർ വരുന്നുണ്ട്, ആ ഉസ്താദുമാരെടുത്ത് വന്നാൽ നിങ്ങൾക്ക് അവർ പഠിപ്പിച്ചു തരുമോ? സുബ്ഹാനല്ലാഹ്. വലിയ വലിയ മശായിഖ്മാരെടുത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് കൊണ്ട് അവർ പഠിപ്പിച്ചെന്നായിരുന്നു നമുക്ക്. എന്നിട്ട് നമ്മളുണ്ടോ ഇവരെടുത്ത് പോകേണ്ട ആവശ്യം? അത് അഹങ്കാരമല്ല, പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹു നമുക്കൊന്ന് തൗഫീഖാണ്. നമ്മൾ വിനയത്തോട് കൂടി തന്നെ അള്ളാഹുവിന്റെ ആ വലിയ തൗഫീഖിനെ നമ്മൾ ശുക്ർ നടത്തുന്നു. ഇനിയോ ഞാൻ പറയട്ടെ, ഈ ബിദ്അത്തുകാരോട് ഇരിക്കുന്നവരോടുള്ള നിലപാട് എന്താണ്? ബിദ്അത്തുകാരോടുള്ള നിലപാട് നമ്മൾ പഠിച്ചു അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ. ഇനി നാലാമത്തെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. ബിദ്അത്തുകാരോട് ഇരിക്കുന്നവരുടെ നിലപാട്. ബിദ്അത്തുകാരോട് ഇനി ആരെങ്കിലും പോയി ഇരുന്നു കഴിഞ്ഞാൽ അവരോട് നിലപാട് എന്താണ്? ഖാല അബൂ അബ്ദുല്ലാ അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല, സലഫികളുടെ നേതാവ്, തഫ്സീർ ഗ്രന്ഥങ്ങളുടെ നേതാവായ ഇമാം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വൈദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅറിദ് അൻഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി. അല്ലാഹുവിന്റെ ആയത്തുകളിൽ ഖൗദ് നടത്തുന്ന ആളുകൾ, അവരെ നീ കണ്ടു കഴിഞ്ഞാൽ അവരെ നീ പിന്തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ ഇമാം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല പറയുകയാണ്, വഫിൽ ആയത്തി, ഈ ആയത്തിലുണ്ട് ബിദ്അത്തുകാരോട് ഇരിക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിൽ എന്തുണ്ട്? തെളിവുണ്ട്. ഇനി ആരാണോ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകളോടൊപ്പം ഇരുന്നത്, അഹ്ലുൽ ബിദ്അത്തിന്റെ കാര്യമല്ലേ പറയുന്നത്, അഹ്ലുൽ ബിദ്അത്തിന്റെ കാരോട് ഇരുന്നത്, ഹുക്മുഹു ഹുക്മുഹും, അവന്റെ ഹുക്കം എന്താണ്? അവരുടെ ഹുക്മാണ്. ആരാ പറയുന്നത്? ഇമാം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല. വഖദ് ദഹബ ഇലാ ദാലിക അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ വൽ ഔസാഇ വബ്ൻ അൽ മുബാറക് ഫഇന്നഹും ഖാലു ഫീ റജുലിൻ ശഅനുഹു മുജാലസത്തു അഹ്ലിൽ ബിദ്അ. ഒരുവൻ അവന്റെ ഇരുത്തം മുഴുവൻ ആരുടെ കൂടെയാണ്? ബിദ്അത്തുകാരുടെ കൂടെയാണ്. അങ്ങനെയുള്ള ഒരാളിന്റെ കാര്യത്തിൽ ഇമാം അഹ്മദും അൽ ഔസാഇയും ഇബ്നുൽ മുബാറക്കും പറഞ്ഞു, യുൻഹാ അൻ മുജാലസത്തി, ആദ്യം ഓൻ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം, അവരെടുത്തിരിക്കാൻ പാടില്ല, അവര് ബിദ്അത്തുകാരാണെന്ന് അവര് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഫൈൻ ഇൻതഹാ, അവൻ വിട്ടുനിന്നാൽ ശരി, അൽഹംദുലില്ലാഹ് ഖൈറാണ്, വഇല്ലാ ഉൽഹഖ് ബിഹി, ഇല്ലെങ്കിൽ അവനെയും ആരോടെ ചേർക്കണം? ആ ബിദ്അത്തുകാരോടെ ചേർക്കണമെന്ന്. അതായത് ഹുക്മിന്റെ കാര്യത്തിൽ അവരോട് ചേർക്കണമെന്ന് ആരൊക്കെയാ ഫത്വ കൊടുത്തത്? അഹ്മദ് ബിൻ ഹംബൽ, ഔസാഇ, ഇബ്നുൽ മുബാറക് ഫത്വ കൊടുത്തുവെന്ന് ഇമാം അൽ ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചു പറയുകയാണ്. അതുപോലെ തന്നെ ഇബ്നു ബത്താർ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുകയാണ്, അൽ ഇബാന എന്നുള്ള കിതാബിൽ പറയുകയാണ്, ഇബ്നു ഉൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, മൻ യുജാലിസു അഹ്ലൽ ബിദ്അ അശദ്ദു അലൈനാ മിൻ അഹ്ലിൽ ബിദ്അ. ആരാണ് ബിദ്അത്തുകാരോട് ഇരിക്കുന്നത്? അവൻ അഹ്ലുൽ ബിദ്അനേക്കാൾ നമ്മളുടെ അടുക്കൽ എന്താണ്? കാഠിന്യമുള്ളവനാണ്. അപ്പോൾ നമ്മൾ നാലാമതായി പറഞ്ഞ എന്താണ്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകത ഒന്ന്. മൂന്നാമതായി പറഞ്ഞത് ബിദ്അത്തുകാരോട് ശക്തമായ നിലപാട് വെച്ച് പുലർത്തുന്നവരും ശത്രുത വെച്ച് പുലർത്തുന്നതുമാണ്. നാലാമത്തത് ബിദ്അത്തുകാരോട് ഇരിക്കുന്നവരോടുള്ള നിലപാട്. അവർക്ക് നമ്മൾ എന്ത് ഉപദേശിച്ചു കൊടുക്കണം? ബിദ്അത്തുകാരാണ്, അവരോട് ഇരിക്കാൻ പാടില്ല എന്ന് ഉപദേശിച്ചു കൊടുക്കണം. പിന്നെയും തുടർന്നാൽ ഇസ്തിംറാർ ചെയ്താൽ അവനെന്ത് ചെയ്യണം? ഓരോടെ കൂട്ടിക്കൊള്ളണം, അവരെ കൂടെ കൂട്ടിക്കൊള്ളണം. ഇത്
ഇതുകൊണ്ടോ ഇമാം അൽ ബർബഹാരിയുടെ കിതാബാണ്. ഇതിൽ ഇമാം അൽ ബർബഹാരി പറയുന്നത് നോക്കൂ. യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹു തആല ഇബ്നഹു അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടു. എന്താ കാണുന്നത്? വഖദ് ഖറജ മിൻ ഇൻദി സ്വാഹിബി ഹവ. ഒരു ബിദ്അത്തുകാരന്റെ വീട്ടിൽ നിന്ന് മോൻ ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പൊ ആരാ കാണുന്നത്? യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹു തആല ഇത് കാണുകയാണ്. ഫഖാല യാ ബുനൈ മിൻ അയ്ന ജിഅത, അല്ലയോ മകനെ നീ എവിടെ നിന്നാണ് വരുന്നത്? ഖാല മിൻ ഇൻദി അംർ ബിൻ ഉബൈദ്, അംർ ബിൻ ഉബൈദ് എന്ന് പറയുന്ന ബിദ്അത്തുകാരന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഖാല യാ ബുനൈ, അല്ലയോ മകനെ ലൻ അറാക തഖ്റുജു മിൻ ബൈതി ഖുൻസ, നീ ഒരു നപുംസകത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് മോനെ എനിക്കിഷ്ടം. ഇലയ്യ അഹബ്ബു ഇലയ്യ മിൻ അൻ അറാക തഖ്റുജു മിൻ ബൈതി ഫുലാൻ വ ഫുലാൻ, ഇന്ന വ്യക്തികളുടെ വീട്ടുകളിൽ നിന്ന് നീ പുറത്തിറങ്ങി വരുന്നതിനേക്കാൾ ഒരു നപുംസകത്തിന്റെ വീട്ടിൽ നിന്ന് മോനെ നീ പുറത്തിറങ്ങി വരുന്നതാണ് എനിക്ക് ഇഷ്ടം. വലൻ തൽഖല്ലാഹ യാ ബുനൈ സാനിയൻ ഫാസിഖൻ സാരിഖൻ ഖായിനൻ, മോനെ നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നീ ഒരു വ്യഭിചാരിയായിക്കൊണ്ട്, ഒരു തെമ്മാടിയായിക്കൊണ്ട്, ഒരു മോഷ്ടാവായിക്കൊണ്ട്, ഒരു വഞ്ചകനായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് അഹബ്ബു ഇലയ്യ മിൻ അൻ തൽഖാഹു ബിഖൗലി അഹ്ലിൽ അഹ്വാ. ഒരു ബിദ്അത്തുകാരന്റെ വർത്തമാനം കൊണ്ടെങ്ങാനും നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ നീ ഒരു വ്യഭിചാരിയും മോഷ്ടാവും വഞ്ചകനും തെമ്മാടിയുമായി കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് മകനെ എനിക്ക് ഇഷ്ടം എന്നാര് പറയുകയാണ്? യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാഹു തആല പറയുകയാണ്. ധാരാളം അസ്റുകൾ ഈ കിതാബിലുണ്ട്, നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങൾ. അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഏത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ഒരുക്കുന്ന ഗ്രന്ഥം എടുത്താൽ ഇത് അവരുടെ അഖീദ ഒരുക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാഹു തആല. അദ്ദേഹം മരണപ്പെട്ടത് ഒറ്റയ്ക്ക് സഹോദര വീട്ടിൽ മരണപ്പെട്ടതാ ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാഹു തആല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പോരാടിയതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ സമൂഹം നമ്മളെ എന്തൊക്കെ വിളിച്ചാലും ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയൊക്കെ മോശക്കാരനാക്കിയാലും നമ്മൾ വിഷമിക്കേണ്ടായിരുന്നു. നമ്മൾ സത്യത്തിന്റെ ആളുകളുടെ കൂടെയാണെന്ന് ഉറച്ചു മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉറച്ചു നിൽക്കുക. നമുക്ക് പ്രതിഫലം. ഇമാം അൽ ബർബഹാരി അദ്ദേഹത്തിന്റെ കിതാബ് 1100 വർഷം കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുക. അദ്ദേഹം മരണപ്പെടുമ്പോൾ ഒറ്റയ്ക്കാണ് മരണപ്പെടുന്നത് ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാഹു തആല. അതുകൊണ്ട് നാലാമത്തെ കാര്യം, ബിദ്അത്തുകാരുടെ കൂടെ ഇരിക്കുന്ന വിഷയത്തിൽ 4 വിഷയമാണ്. 25 വിഷയം ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നു. ഇപ്പൊ തന്നെ സമയം 5:15. അതാണ് ചുരുക്കി പറഞ്ഞത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്താവും, അങ്ങ് വിശദീകരിച്ചു പോകും. അപ്പൊ ബിദ്അത്തുകാരോടുള്ള നിലപാട് എന്താണ്? അത് അവരോട് ഇരിക്കുന്ന നിലപാടും ഇത് രണ്ടും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഏത് അഖീദയുടെ ഗ്രന്ഥം എടുത്താലും, ഇമാം ആജൂരിയുടെ കിതാബ് ഇബ്നു അശ്ശരിയ, ഇമാം അൽ ലാലക്കായുടെ കിതാബുകൾ എടുത്തു നോക്കൂ, ഇമാം അൽ ബർബഹാരിയുടെ കിതാബ് എടുത്തു നോക്കൂ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കിതാബ് എടുത്തു നോക്കൂ, ഇമാം അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബലിന്റെ കിതാബ്, ഏത് കിതാബിൽ എന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും? ഇങ്ങനെ അവസാനം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ബിദ്അത്തുകാരോടുള്ള നിലപാടും ബിദ്അത്തുകാരോട് ഇരിക്കുന്നവരോടുള്ള നിലപാടും പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതെന്താ മനസ്സിലാക്കേണ്ടത്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകത, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരായിരിക്കും. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തി, നിങ്ങൾ ഏറ്റവും ഖൈറായ ഉമ്മത്താണ്. ഉഖ്രിജത് ലിന്നാസ്. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും ഖൈറായ ഉമ്മത്തായ? നിങ്ങളുടെ പ്രത്യേകത എന്താണ്? തഅമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി വഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ആരെങ്കിലും ഒരു തിന്മ കാണുകയാണെങ്കിൽ അവൻ കൈകൊണ്ട് തടയണം, അതല്ലെങ്കിൽ അവൻ നാവ് കൊണ്ട് അതിനെ എതിർക്കണം. അതിനും സാധിച്ചില്ലെങ്കിൽ ഹൃദയം കൊണ്ട് അവൻ അതിനെ വെറുക്കണം. അത് ഏറ്റവും ഈമാനിന്റെ ദുർബലമായ പടിയാണ് ഈ ഹൃദയം കൊണ്ട് വെറുക്കുക എന്നുള്ളത്. അതും ഇല്ലെങ്കിൽ അവൻ ഈമാൻ ഇല്ലെന്ന് അതിന്റെ അർത്ഥം. ഒരു തിന്മ കണ്ടിട്ട് അവന്റെ ഹൃദയത്തിൽ അതിനോട് വെറുപ്പ് തോന്നുന്നില്ലെങ്കിൽ, ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഗുണമായി, ഈ ഉമ്മത്തിന്റെ ഗുണമായി അള്ളാഹു പറഞ്ഞ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അഖീദ ഗ്രന്ഥമായ അൽ വാസിത്തിയയിൽ പറഞ്ഞു, ഫസ്ലുൻ സുമ്മ ഹുവ ഹും, അതായത് സുമ്മ ഹും, പിന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഹാദിഹിൽ ഉസൂലി, ഈ എല്ലാ ഉസൂലുകളോടൊപ്പം തന്നെ യഅ്മുറൂന ബിൽ മഅറൂഫി വ യൻഹൗന അനിൽ മുൻകരി അലാ മാ തൂജിബുഹു ശരീഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആരായിരിക്കും? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരായിരിക്കും.
നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി പറഞ്ഞിട്ടുണ്ട് ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ. ബനൂ ഇസ്രായീലിലുള്ള കാഫിരീങ്ങൾ അവർ ശപിക്കപ്പെട്ടു. ആരുടെ നാവിൽ കൂടി? ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെയും ഈസ അലൈഹി ഇസ്ലാമിന്റെയും നാവിൽ കൂടി. അവരെന്താ ചെയ്തത്? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു. പരസ്പരം തിന്മ ചെയ്താൽ എന്ത് ചെയ്യൂല? മിണ്ടൂല. ഇത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അങ്ങനെയല്ല. ഇത് ആരുടെ സ്വഭാവമാണ്? ആരുടെ സ്വഭാവമാണ് പരസ്പരം തിന്മ ചെയ്താൽ കണ്ടാൽ മിണ്ടാത്തത്? ജൂതന്മാരുടെ സ്വഭാവമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ സ്വഭാവമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മറ്റുള്ളവർ തിന്മ കാണുമ്പോൾ വിരോധിക്കുന്നത് പോലെ തന്നെ സ്വന്തം കൂടെ ഉള്ള തിന്മ ചെയ്താൽ അവന്റെ കൈക്ക് പിടിക്കും. അവൻ കൈക്ക് പിടിച്ചിട്ട് നിന്നില്ലെങ്കിൽ അവന് എതിരെ സംസാരിക്കും. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. എന്നാൽ നമ്മൾ ഇന്ന് സലഫി സംഘടന, ഏത് സംഘടന ആയിക്കോട്ടെ, സലഫി സംഘടനയെ നമ്മൾ എടുത്തു പറയാം. കാരണം നമ്മൾ വിഷയം അതാണ്. അവരെന്താ ചെയ്യുക? അവരുടെ കൂടെയുള്ള സംഘടനക്കാർ പലതും സംസാരിക്കും. ഞാൻ പറയട്ടെ, പഴയ ആളുകൾക്കാണെങ്കിൽ അറിയാം, കേരളത്തിൽ മുമ്പ് നമ്മളൊക്കെ വായിച്ചു പരിചയവും പിന്നെ ചെറുതായിട്ട് കേട്ടിട്ടും അന്വേഷിച്ചു പറഞ്ഞതാണ്. പണ്ട് കാലത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്റ്റേജ് കെട്ടി അവർ ഒരു അജണ്ട പ്രചരിപ്പിച്ചിരുന്നു. എന്ത്? മതസൗഹാർദ്ദം എന്നൊരു അജണ്ട. ഇതിനെതിരെ അന്നത്തെ മുജാഹിദ് പ്രസ്ഥാനം എടുത്ത നിലപാട് എന്താണ്? അവർ പറഞ്ഞു മതസൗഹാർദ്ദം പാടില്ല, മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. ശക്തമായ രൂപത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ പ്രസംഗിച്ചു. എന്ത്? മതസൗഹാർദ്ദമല്ല വേണ്ടത്, മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് തെറ്റാണ്, അത് പാടില്ല, അത് അങ്ങനെ അവർ പല കാര്യങ്ങളും അതിനുവേണ്ടി പ്രസംഗിച്ചു. ഇന്ന് നമ്മൾ 2024 നിൽക്കുമ്പോൾ ഒരു വർഷം മുമ്പ് ഇവരുടെ തന്നെ വലിയ നേതാവായ ഹുസൈൻ സലഫി, അദ്ദേഹം ദമാമിൽ ഷാർജയിൽ ദുബായിൽ നടന്നൊരു പരിപാടി, ഷാർജയിൽ ഗൾഫിൽ നടന്നൊരു പരിപാടിയിൽ മുസ്ലിം ലീഗ് എല്ലാ മതസംഘടനയും ചേർത്ത് ഒരു പരിപാടി നടത്തിയായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ എന്താ? കേരളത്തിൽ മതസൗഹാർദ്ദം പൂത്തുലയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, അദ്ദേഹം അതങ്ങനെ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രവർത്തകരോടും സാധാരണക്കാരോടും മുസ്ലിമീങ്ങളോടും സ്റ്റേജ് കിട്ടി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന എന്താണ്? ഇതിലെ തെറ്റും ശരിയും വിശദീകരിക്കലല്ല ഞാൻ എന്റെ ലക്ഷ്യം. ശരീഅത്തിന്റെ ഒക്കും എന്താണ്? മതസൗഹാർദ്ദം എന്ന് പറയാൻ പറ്റുമോ, മനുഷ്യസൗഹാർദ്ദം എന്ന് പറയാൻ പറ്റുമോ? അതവിടെ ഇരിക്കട്ടെ, അതിപ്പം അതിലേക്ക് കടക്കൽ എന്റെ അല്ല ലക്ഷ്യം. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം വെച്ച് പുലർത്തിയിരുന്ന ആശയമാണ്, ജനങ്ങൾ അത്രയും പഠിപ്പിച്ചിരുന്ന ആശയമാണ് എന്ത്? മതസൗഹാർദ്ദം പാടില്ല, മനുഷ്യസൗഹാർദ്ദമേ പാടുള്ളൂ. എന്നാൽ ഇവരുടെ തന്നെ നേതാവ് പ്രസംഗിച്ചപ്പോഴോ ഏതെങ്കിലും ഒരു മുജാഹിദുകാരൻ അല്ലെങ്കിൽ ഒരു അവരുടെ തന്നെ നേതൃത്വ സ്ഥാനത്തുള്ള ആരെങ്കിലും അതിനെ എതിർത്തിട്ടില്ല. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. CP സലീം എന്ന് പറയുന്ന ഇവരുടെ ഒരു നേതാവ് ഖുതുബയിൽ പറഞ്ഞു, ജൂതന്മാരെ നമ്മൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. ജൂതന്മാരെ സ്നേഹിക്കണം. അതിനുശേഷം ഖുതുബയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആളുകളെ സൂചിപ്പിച്ചു. പ്രത്യേകിച്ചും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് തൊട്ടുടനെയോ മറ്റോ ആണ് ഇസ്രായേൽ ഫലസ്തീനിനെ ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പൊ ജനങ്ങൾ എന്തായി? അത് ശരിയല്ല, കാരണം ആ പ്രശ്നം വന്നോണ്ടില്ല, ഇതിപ്പോ ആരും മൈൻഡ് ചെയ്യൂല. അപ്പൊ എന്താ അദ്ദേഹം ചെയ്തത്? അത് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ആ ഖുതുബ കേട്ട ആളുകൾ, നിങ്ങൾ ഒരു പണ്ഡിതനായി ധരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ദീനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലിരുന്ന ആളുകൾ അവരെ വഞ്ചിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ എന്താണ് അത് ശരിക്കുമുള്ള നിലപാട് എന്ന്? അപ്പോൾ ഇങ്ങനെ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ തമ്മിൽ എന്തില്ല? തമ്മിൽ ഒരു പരസ്പരം ഉപദേശമില്ല, പരസ്പരം കൈക്ക് പിടിക്കലില്ല. 2002 പഴയ ആളുകൾക്കൊക്കെ അറിയുമായിരിക്കും, പിന്നെ ഈ വായന ഉള്ളവർക്കും അറിയാം. 2002 മർക്കസ് ദഅവയും KNM ഔദ്യോഗിക KNM തമ്മിൽ സ്പ്ലിറ്റ് ആവുകയാണ്. ആ സ്പ്ലിറ്റ് ആവുന്ന പ്രശ്നം പുകഞ്ഞുകൊണ്ടിരിക്കും. സ്പ്ലിറ്റ് ആവുന്നതിന് മുമ്പ് ഇവർ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജാമിയ നദവിയെയോ അല്ലെങ്കിൽ സലഫിയോ ഇതിലേതോ ഒരു സ്ഥാപനത്തിൽ വെച്ച് അന്ന് എല്ലാവരും മുജാഹിദീങ്ങളാണ്, അവരുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂടി ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെ പ്രബന്ധത്തിൽ അന്ന് 4 പ്രബന്ധങ്ങൾ അവതരിച്ചു. ആ പ്രബന്ധങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് അല്ലാഹ് എത്തിച്ചു. ആ 4 പ്രബന്ധങ്ങളിലും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ പ്രബന്ധത്തിൽ ഒരു കാര്യം എന്താണെന്നറിയോ? സിഹിറിന്റെ വിഷയം ഒരു മൻഹജിയായ വിഷയമല്ല. അതിന്റെ പേരിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ തമ്മിൽ തെറ്റേണ്ട കാര്യമില്ല.
അപ്പൊ സംഘടനയിൽ ഉള്ളിലുണ്ടായിരുന്നപ്പോൾ എന്താണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. എന്നാൽ പിരിഞ്ഞപ്പോഴോ സിഹർ നിഷേധിക്കുന്നവരാണ്, അത് കാരണം അവരെ വിദേഹത്തുകാരാക്കി. സിഹർ നിഷേധിക്കുന്നത് കൊണ്ട് അവരിപ്പോ മടവൂരിയുടെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം ചോദിച്ചാൽ എന്താ ആദ്യം പറയാ, ഒരു സിഹർ നിഷേധിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പ്രബന്ധത്തിൽ എന്താണെന്നത്, ഈ പ്രബന്ധം എന്റെ കയ്യിലുണ്ട്, ഞാൻ എടുക്കാൻ മറന്നു. എനിക്കത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. പ്രബന്ധം 2 കോപ്പി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് നഷ്ടപ്പെട്ടു പോയാലും അടുത്ത് നഷ്ടപ്പെട്ടു. ഒരു കോപ്പി എടുത്ത് മറ്റൊരു സുഹൃത്തിന്റെ ഏൽപ്പിച്ചിട്ടുണ്ട്. നഷ്ടപ്പെടാൻ പാടില്ല, പിന്നെ ചിലപ്പോ കിട്ടൂല. അപ്പൊ ആരെങ്കിലും ചോദിച്ചപ്പോ കാണിച്ചിട്ട്, നമ്മൾ കളവ് പറയുന്നവരാവാൻ പാടില്ല. അതിലെന്താ, ഇതിന് സിഹർ മൻഹജിന്റെ പ്രശ്നമേ അല്ല. അപ്പൊ എന്താണ്, പരസ്പരം സംഘടനയുള്ളിലായിരിക്കുന്നിടത്തോളം കാലം എന്തില്ല. ഇനിയോ ഇപ്പൊ തന്നെ നടന്ന പ്രശ്നം, ജിന്ന് പ്രശ്നം, ഇത് എപ്പോഴും യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്? ജബ്ബാർ മൗലവി എപ്പോഴാ ലേഖനം എഴുതുന്നത്? 2007 മറ്റോ. എപ്പോഴാ സ്പ്ലിറ്റ് കിടക്കുന്നത്? 2011. അപ്പൊ അതുവരെ എല്ലാവരും ഭായിയാണ്. സംഘടന വിട്ടുപിരിഞ്ഞപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പൊ പരസ്പരം നന്മയിൽ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എവിടെ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ മീസത്തല്ലേ അത്? മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മീസത്തല്ലേ? ഇനിയോ ഒരുപാട് കാര്യങ്ങൾ സഹോദരൻ ഈ ബാബിൽ പറയാൻ സാധിക്കും. മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം ധാരാളം അബദ്ധങ്ങൾ പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു ഹിദായത്ത് കൊടുക്കട്ടെ. നമ്മൾ ആരെയും ഒരാളെ മോശക്കാരനാക്കാൻ വേണ്ടിയല്ല. കാസർഗോഡ് വെച്ച് പ്രസംഗിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു നിമിഷത്തേക്ക് ഖുറാഫിയായി പോയി. ആരാ ഉമർ റളിയല്ലാഹു അൻഹു? ഒരു നിമിഷത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു എന്തായി? ഖുറാഫിയായി പോയി എന്ന് പ്രസംഗിച്ചില്ലേ? ആരെങ്കിലും എതിർത്തോ? എല്ലാരും നിസ്സംഗരായി കൈ താഴ്ത്തിയിട്ട് നോക്കി നിൽക്കണ, കൈ കെട്ടി. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൻഹജ് അതല്ല സഹോദരൻ. തിന്മ കണ്ടാൽ അത് കൂടെ ഉള്ള ആളാണെങ്കിലും അതിനെ കൈക്ക് പിടിക്കുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അവർക്കിടയിൽ ഒരാൾ മുൻകർ ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്നത് കാണാൻ സാധിക്കൂല, ചരിത്രത്തിൽ കാണാൻ സാധിക്കൂല. സഹാബാക്കളെ കാലം കൊണ്ടിങ്ങോട്ട് നോക്കി കാണാൻ സാധിക്കൂല അങ്ങനെ മിണ്ടാതിരുന്ന ഈ സഹാബാക്കൾ ആരായാലും ശരി, അതിനവർ എതിർത്ത് സംസാരിക്കും. അവരത് വ്യക്തമാക്കി കൊടുക്കും ജനങ്ങൾക്ക്. തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കും. കാരണം ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ നമ്മുടെ സംഘടന. ഇദ്ദേഹം ഒരു മതപണ്ഡിതനാണ്, ഇദ്ദേഹം പറയുന്നത് ഇസ്ലാമിക ആദർശമാണ് എന്ന രൂപത്തിൽ ഇദ്ദേഹത്തിന് സ്റ്റേജിന് മുന്നിൽ പാവപ്പെട്ട പാമരരായ ജനങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കുമ്പോൾ അവർ ഇങ്ങനെയുള്ള വലിയ വലിയ അഖീദയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹു നമ്മളോട് ചോദിക്കൂലേ? നാളെ പരലോകത്ത് ഈ പരിപാടി സംഘടിപ്പിച്ച, അതിനുവേണ്ടി പണം മുടക്കി, അതിനുവേണ്ടി എല്ലാ സഹകരണം ചെയ്ത് ഇത് കേട്ട് മിണ്ടാതെ നിന്ന് വീട്ടിൽ പോകുന്ന ആളുകൾ നാളെ അവരോട് അള്ളാഹു ചോദിക്കൂല സഹോദരൻ? നമ്മുടെ തള്ള ചോദിക്കൂലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ എതിർത്ത് പറഞ്ഞു കൊടുക്കാതെ? നിങ്ങൾ വ്യക്തമെന്ന് സത്യം പറഞ്ഞിട്ട് എന്തുകൊണ്ട് മൂടി വെച്ചു? ചോദിച്ചു നമ്മൾ എന്ത് മറുപടിയാ പറയുക? നമ്മുടെ സഹോദരൻ നമ്മൾ സൂക്ഷിക്കണം. ദഅവത്ത് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഈ സംഘടനയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ നാളെ പരലോകത്ത് നമ്മുടെ ഹിമ്മത്തിൽ ഉത്തരവാദിത്തത്തിൽ വരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഒരുപാട് നന്മ കൊതിച്ച അവസാനം ആ കുരങ്ങൻ ആ പാത്രത്തിലേക്ക് കൈയിട്ട് കൈപ്പിടി മുഴുവൻ വാരാൻ നോക്കുന്ന ആ കുരങ്ങന്റെ കഥ നമ്മൾ കുട്ടിയിലെ പഠിക്കും. അവസാനം കൈ പുറത്തു വരൂല, ആളുകളൊന്ന് അടിച്ചു കൊല്ലുന്ന അല്ലെ, ആ ഒരു കഥ നമുക്കറിയാം. അതുപോലെ നമ്മൾ ആയിപ്പോകരുത്. ഒരുപാട് നന്മ കൊതിച്ച അവസാനം തിന്മയുടെ അന്ധകാരത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വീഴ്ന്നു പോകുന്ന ആളുകൾ ആവരുത്, സൂക്ഷിക്കണം. അപ്പൊ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ മീസത്തിൽപ്പെട്ട ഒരു മീസത്താണ്. ഞാൻ പറയുന്ന അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകതയാണ്. അവർ സ്വന്തം നഫ്സിനെ സുന്നത്തിലേക്കും സലഫിയത്തിലേക്കും മാത്രമേ ചേർത്തു. നമ്മൾ പറഞ്ഞു എന്താ സുന്നത്ത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താ, സലഫിയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് ആരോട് ചോദിച്ചു നിങ്ങൾ ഏത് പാർട്ടിക്കാരെന്ന് ചോദിച്ചാൽ എന്താ പറയാ? എന്തേലും സംഘടന പേരെ പറയാൻ കിട്ടോ? എന്താ നമ്മൾ പറയാ? നമ്മൾ സലഫികളാണെന്ന് പറയും, നമ്മൾ അഹ്ലുസുന്നയാണെന്ന് പറയും. എന്നാൽ വേറെ സലഫിയത്തിലേക്ക് തന്നെ ചേർക്കപ്പെടുന്ന ചില ആളുകൾ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഞാൻ വിഷ്ടം, ഞാൻ KNM, ഞാൻ മർക്കസ് വിഭാഗക്കാരനാണ്. എന്നാൽ നമ്മുടെ ഒരു സഹോദരനെ വിളിച്ചിട്ട് അവർക്കൊന്നും പറയാൻ കിട്ടൂല. അവരെന്തേ പറയുള്ളൂ? അവർക്ക് പറയാൻ ആഗ്രഹിച്ചാൽ തന്നെ കിട്ടൂല. അങ്ങനെ ഒരു സംഗതി ഇല്ല. അവർ സ്വന്തം നഫ്സിനെ ചേർത്ത് പറയുന്നത് ആരിലേക്കായിരിക്കും? അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നത്തിലേക്കും ജമാഅത്തിലേക്കും ആയിരിക്കും. അവർ ചേർത്ത് പറയുന്നത് ഞാൻ സലഫിയാണെന്ന് ആയിരിക്കും. സലഫിയത്ത് സുന്നത്ത് ജമാഅത്ത് ഒന്നാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് പറയാൻ കാണുമോ? അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്
സ്വന്തം നഫ്സിനെ അവർ ചേർത്ത് പറയുന്നത് സുന്നത്ത് ജമാഅത്തിലേക്കായിരിക്കും, വേറെ ഒന്നിലേക്കും അവർക്ക് ചേർത്ത് പറയാൻ കാണുകയില്ല. അതാണ് ഇമാം ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു, മൻ അഹ്ലുസുന്ന, ആരാണ് അഹ്ലുസുന്ന? ഫാജാബ, ഇമാം മാലിക് പറഞ്ഞു, അഹ്ലുസുന്ന അല്ലദീന ലൈസ ലഹും ലഖബുൻ യുറഫൂന ബിഹി, അവർ പ്രത്യേകിച്ച് അറിയപ്പെടാൻ ഒരു പേരുമില്ലാത്ത ആളുകളാണ്. ലാ ജഹമി വലാ ഖദരി വലാ റാഫിദി, അന്നത്തെ കാലത്ത് അവരൊക്കെയായിരുന്നു വിദഗ്ധർ. ഒരു ജഹമിയ എന്നും പറയൂല, റാഫിദിയാണ് ഞാനെന്നും പറയൂല, ഖദരിയാണെന്നും പറയൂല. അവർക്ക് അങ്ങനെയുള്ള ലഖബുകളൊന്നും കാണില്ല. അവർക്ക് ലഖബ് ഒറ്റ ലഖബേ ഉള്ളൂ, അത് സുന്നത്ത് ജമാഅത്തിന്റെ ലഖബാണ്. റസൂലിലേക്ക് ചേർത്തിയായിരിക്കും അവർ പറയുന്നത്. ഇമാം ലാലക്കായി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, ഇനി ഇതൊക്കെ വിശദീകരിക്കും, ഇതൊക്കെ ഒരുപാട് എന്താണ് അസറുകളും മറ്റും ഉണ്ട്. ഇതെല്ലാം വായിച്ചാൽ നമ്മളെ സമയം തീരും, നമുക്ക് സമയം തികയില്ല. ഞാൻ 1.5 മണിക്കൂറാണ് പറഞ്ഞു, ഇപ്പൊ തന്നെ 1.5 മണിക്കൂർ. ഇത് 6 കാര്യങ്ങളെ ആയുള്ളൂ. ഞാൻ പറഞ്ഞു 25 കാര്യങ്ങളാണ് ഞാൻ തയ്യാറാക്കുന്നത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകത 25, ഇനിയും ചിലപ്പോൾ ഒരുപാട് കിട്ടും. സുബ്ഹാനല്ലാഹ്. ഞാൻ വളരെ വേഗത്തിലാക്കാം ഇൻഷാ അല്ലാഹ്, സമയം ചുരുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഈ അസറുകൾ എഴുതിയിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ വായിക്കുന്നില്ല. അപ്പൊ സുന്നത്ത് ജമാഅത്തിലേക്കായിരിക്കും ഞാൻ വേഗം തീർക്കാം ഇൻഷാ അല്ലാഹ്. അവർ ചേർത്ത് പറയുന്ന ആരിലേക്കായിരിക്കും? അപ്പൊ തെളിവുകൾ ഒക്കെ ഒരുപാടുണ്ട്. ഞാൻ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു മുന്നോട്ട് പോവാൻ. ഇനി അല്ല, അതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ശരിയാവില്ല, സമയം ഒരുപാട് അധികരിച്ചു പോകും. 7ാമത്തെ കാര്യത്തിൽ ശൈഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു കാര്യം മാത്രം വായിക്കാം. 2 അസറുകൾ എഴുതി ഒരെണ്ണം വായിക്കാം. ലാ ഐബ അലാ മൻ അദ്ഹറ മദ്ഹബ സലഫ്, സലഫുകളുടെ മദ്ഹബ്. ഈ ശൈഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരാണ്? ശൈഖുൽ ഇസ്ലാം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമാണ്. ഈ നാട്ടിലെ സൂഫിയാക്കൾ സുബിക്കിയുടെ ഒരു ഇബാറത്തും കൊണ്ടുവരും. ശൈഖുൽ ഇസ്ലാം ജനങ്ങൾക്കിടയിൽ വൈകൃതനായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സുബിക്ക് ചെയ്തത്. ഇതേ സുബിക്ക് ശൈഖുൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ വേറെ ഇബാറത്തുകളുണ്ട്. ഇങ്ങനെ സുബിക്ക് പറഞ്ഞപ്പോൾ ഇമാം ദഹബി എന്ത് ചെയ്തു? സുബിക്ക് കത്തെഴുതി, നിങ്ങൾ ചെയ്തത് പാടില്ലാത്തതാണെന്ന് അധിക്ഷേപിച്ചുകൊണ്ട് കത്തെഴുതി. സുബിക്ക് മറുപടി എഴുതിയത് എന്താണെന്നറിയോ? ഇമാം ശൈഖുൽ ഇസ്ലാമിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം അഖ്ലിയായും നഖ്ലിയായും സർവ്വ കാര്യങ്ങളിലും ഇമാമാണെന്ന് പറഞ്ഞുകൊണ്ട് സുബിക്ക് എഴുതിയ കത്തുണ്ട്. അത് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഉദ്ധരിച്ചിട്ടുണ്ട്, അദ്ദുറുൽ കാമിനെ. അപ്പൊ ശൈഖുൽ ഇസ്ലാം ശത്രുക്കൾ പോലും ഇമാം എന്ന് വിളിച്ച ആളാണ്, ശത്രുക്കൾ പോലും ഇമാമാണെന്ന് അംഗീകരിച്ച ആളാണ് ശൈഖുൽ ഇസ്ലാം തൈമിയ്യ. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമാണെന്ന് ആർക്കും തർക്കമില്ലാത്ത ആളാണ്. ശൈഖുൽ ഇസ്ലാം പറയുന്നത് ലാ ഐബ അലാ മൻ അദ്ഹറ മദ്ഹബ സലഫി വൻതസബ ഇലൈഹി വഅതസ ഇലൈഹി. ചില ആളുകൾ പറയുന്നത് സലഫി എന്നും പറയാൻ പാടില്ല എന്ന് പറയും. സലഫി എന്നും പറഞ്ഞുകൂടാ, മുസ്ലിം എന്ന് നമ്മൾ പറയാം. അത് ആരാ പറയുന്നതെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളാണ്. നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ മതി, സലഫി എന്ന് പറയാൻ പാടില്ല. ശൈഖുൽ ഇസ്ലാം പറയുന്നു, നോക്കൂ, മൻ അദ്ഹറ ലാ ഐബ അലാ മൻ അദ്ഹറ മദ്ഹബ സലഫി വൻതസബ ഇലൈഹി വഅതസ ഇലൈഹി. സ്വന്തം നഫ്സിനെ സലഫിയത്തിലേക്ക് ചേർത്ത് പറഞ്ഞ ഒരുവനും സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? അവനെ കുറിച്ച് കുറവ് പറയാൻ പാടില്ല. ബൽ യജിബു ഖബൂലുഹു, മറിച്ച് അവനിൽ നിന്ന് സ്വീകരിക്കൽ നിർബന്ധമാണ്. ദാലിക മിൻഹു ബിൽ ഇത്തിഫാഖ്, ഉമ്മത്തിന്റെ ഇത്തിഫാഖാണെന്ത്? അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇത്തിഫാഖ് ശൈഖുൽ ഇസ്ലാമിനെ കഴിയുന്നത് ഇജ്മാഅാണ്. പിന്നെ എവരാ പറയുന്നുണ്ടോ? ഇജ്മാഅാണെന്ത്? അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ പറയുന്നവർക്ക് കുറവ് പറയാൻ പാടില്ല. ഫഇന്ന മദ്ഹബ സലഫി ലാ യകൂനു ഇല്ലാ ഹഖ്ഖ, കാരണം സലഫുകളുടെ മദ്ഹബ് സത്യമല്ലാതെ മറ്റൊന്നും ആവുകയില്ല. അങ്ങനെ ഒരുപാട് അക്കോൾ നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് 6ാമത്തത്? അവർ സ്വന്തം നഫ്സിനെ എന്തിലേക്കായിരിക്കും ചേർത്ത് പറയുന്നത്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. പരിപാടിയിൽ ഏറ്റവും വലുതായിട്ട് സംഘടനയുടെ പേര് കാണും. സംഘടനയുടെ പേരിന് വേണ്ടി തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പേര് പറഞ്ഞ് തമ്മിലടിയും പ്രശ്നങ്ങളും, പ്രസിഡന്റിന്റെയും സെക്രട്ടറിന്റെയും കാര്യങ്ങൾ പറഞ്ഞ പള്ളികളുടെ അടിയും. പക്ഷെ എത്ര ഉമ്മത്ത് കണ്ടതാണ്. അപ്പൊ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവൂല. 3ാമത്തെ കാര്യം, അവർ ബിദ്അത്തുകാരോട്